അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായിട്ട് നമ്മൾ ഒരു മർസിയയാണ് എടുക്കാൻ പോകുന്നത്. മർസിയയിൽ അതിപ്രമുഖനായ മിർസ സലാമത്ത് അലി ദബീറിൻ്റെ മർസിയ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. മിർസ സലാമത്ത് അലി ദബീർ കെ पैदाइश ദഹ്ലി में हुई. അദ്ദേഹം ജനിക്കുന്നത് ഡൽഹിയിലാണ്. अपनी वालिद मिर्ज़ा ग़ुलाम हुसैन के साथ बचपन ही में लखनऊ चले आए. തൻ്റെ പിതാവാകുന്ന മിർസ ഗുലാം ഹുസൈൻ്റെ കൂടെ ചെറുപ്പത്തിൽ അദ്ദേഹം ലഖ്നൗവിലേക്ക് തിരിക്കുകയും അവർ മുസ്തഖൽ തൗർ പർ രഹ്നെ ലഗെ, അവിടെ സ്വതന്ത്രമായി അവർ താമസിക്കുകയും ചെയ്തു. മെഹ്നത്ത് और ഷൗഖ് के बदौलत आला तालीम हासिल की. തൻ്റെ പ്രയത്നവും അതുപോലെ അതിയായ ഇൻട്രസ്റ്റും കൊണ്ട് അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസങ്ങളെല്ലാം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഷായരി കാ ഷൗഖ് ഫിത്രി और മർസിയ ഗോയി से बचपन ही से ही ദിൽചസ്പി थी. അദ്ദേഹത്തിന് കവിത എഴുത്തിനോട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതിയായിരുന്നു കവിത എഴുത്ത് എന്ന് പറഞ്ഞത്. അതുപോലെ മർസിയ എഴുത്തിനോട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ താല്പര്യങ്ങൾ കൂടുതലായിരുന്നു. മീർ മുസഫർ ഹുസൈൻ ജമീർ കെ ഷാഗിർദ് ഹുയെ. മീർ മുസഫർ ഹുസൈൻ എന്നവർ ജമീറിൻ്റെ ശിഷ്യനായിട്ടുണ്ട്. മീർ മുസഫർ ഹുസൈൻ ജമീർ കെ ഷാഗിർദ് ഹുയെ, മീർ മുസഫർ ജമീർ എന്നിവരുടെ ശിഷ്യനായിട്ടുണ്ട്. ഓർ ഏക് മർസിയ ഗോക്കി ഹൈസിയത്ത് സെ നാം കമായ. അങ്ങനെ അത്തരത്തിലൊരു മർസിയ പാടുന്ന ആൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രസിദ്ധി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ദബീർ അവധ് കെ ദർബാർ സെ വാബിസ്തെ. അദ്ദേഹം താമസിച്ചിരുന്നത്, അദ്ദേഹം പ്രധാനമായും ബന്ധപ്പെട്ടിരുന്നത് ദബീർ അവധിലെ ദർബാറുമായിട്ടായിരുന്നു. മിർസ ദബീർ കി ഷുഹറത്ത് കെ ജമാനെ മേ മീർ അനീസ് ഫൈസാബാദ് സെ ലഖ്നൗ പहुंचे. മിർസ ദബീറിൻ്റെ വല്ലാതെ പ്രസിദ്ധി ആർജിച്ച കാലഘട്ടത്തിലാണ് മീർ അനീസ് ഫൈസാബാദിൽ നിന്ന് ലഖ്നൗവിലേക്ക് എത്തുന്നത്. ഓർ ദോനോ മർസിയ ഗോമെ മുക്കാബല ഹോനെ ലഗെ. അത്തരത്തിൽ ദബീറും അനീസും പരസ്പരം മർസിയ പാടുന്നതിൽ മത്സരങ്ങളും ഉണ്ടായിട്ടുണ്ട്. മീർ അനീസ് की तरफ से लोग अनीसिये और मिर्ज़ा दबीर के लोग दबीरिये कहलाते थे. അങ്ങനെ അനീസിൻ്റെ കൂട്ടക്കാർ, അവരുടെ ആളുകൾ, അവരുടെ ഫാൻസ്, മീർ അനീസിൻ്റെ ആളുകൾ അനീസിയെ എന്നും പിന്നെ ദബീറിൻ്റെ ആളുകൾ, ദബീറിൻ്റെ ഫാൻസിനെ ദബീരിയെ എന്നും വിളിക്കാറുണ്ടായിരുന്നു. ഈ മുക്കാബിലെ തെഹ്സീബ് और മതാനത്ത് के हुदूद में होते थे. വളരെ സംസ്കാരത്തോടു കൂടെ അഥവാ അതിൻ്റെ പക്വമായ ശൈലിയിൽ മാത്രമേ അവർ പരസ്പര പോരാട്ടങ്ങൾ, കവിത പാടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്താറുണ്ടായിരുന്നുള്ളൂ. പരസ്പര ആക്ഷേപങ്ങളൊന്നും നടത്താറില്ല. और दोनों एक दूसरे का बड़ा एहतराम करते थे. പരസ്പരം നന്നായിട്ട് ബഹുമാനിക്കുമായിരുന്നു അവർ രണ്ടുപേരും. മിർസ ദബീർ കെ മർസിയോं की तादाद सैकड़ों तक पहुंचती है. മിർസ ദബീർ പാടിയ മർസിയകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് 1000-ഓളം, 100 കണക്കിനുണ്ട്. ഉൻഹോനെ റുബായിയാത്ത് സലാം ഓർ നോഹെ ഭി ലിഖെ. റുബായിയാത്തും സലാമും അതുപോലെ നോഹെ എന്ന് പറഞ്ഞാൽ വിലാപകാവ്യങ്ങൾ തന്നെയാണ്, അല്ലാതെ അട്ടഹസിച്ച് പറയുന്നത്. മുഹറം 1875 में ലഖ്നൗ में इंतकाल हुआ. 1875 ലഖ്നൗവിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഓർ അപ്നെ ഘർ മേ ഹി ദഫൻ ഹുയെ. തൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു. ഇനി നമുക്ക് കവിതയിലേക്ക് കിടക്കാം. കവിത കുറച്ച് വലുപ്പമുണ്ട് എങ്കിലും വളരെ സിമ്പിളാണ് ആശയം മനസ്സിലാക്കാനും അർത്ഥം വെക്കാനൊക്കെ. ഒന്ന് നോക്കൂ. ഹരേ കദം പെ സോച്ച്തേ തെ സിബ്തേ മുസ്തഫ. ഹഡിങ് വായിച്ചില്ല. हज़रत इमाम हुसैन का हज़रत अली असगर के लिए पानी मांगना. ഈ ഭാഗത്ത് പറയുന്നത് എന്താണ്? ഹസ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു 6 മാസം പ്രായകാലമാകുന്ന സമയത്താണ് കർബല യുദ്ധം നടക്കുന്നത്. ആ സമയത്ത് ആഴ്ചകളായി വെള്ളം കിട്ടിയിട്ട് ഇങ്ങനെ ദാഹിച്ച് വലഞ്ഞ് ചുണ്ടുകളൊക്കെ ഉണങ്ങി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ദാഹം കൊണ്ട് കരയാണ് കുഞ്ഞു മുലപ്പാൽ കുടിക്കുന്ന അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ഒരു കരച്ചിൽ കേട്ട് ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ശത്രുക്കളുടെ മുന്നിൽ പോയിട്ട്
വല്ലതും ഇരക്കുക, യാചിക്കുക എന്നത് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ സ്വാഭിമാനം അതിന് വഴങ്ങുന്നുമില്ല. ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ ഒരിക്കലും ഈ കുഞ്ഞിൻ്റെ പേരിൽ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രം അദ്ദേഹം പുറത്തിറങ്ങുകയും ശത്രുപക്ഷത്തിൻ്റെ അടുത്തേക്ക് വന്ന് വെള്ളത്തിന് യാചിക്കുന്ന യാചനയല്ല, തൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആ കുട്ടിയെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്, ഈ കുട്ടിക്ക് വെള്ളം കൊടുക്കണം. ഇത് അലി റളിയല്ലാഹുവിൻ്റെ പൗത്രനാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നബിതങ്ങളുടെ പേരമകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വെള്ളം ചോദിക്കുകയാണ്. അതാണ് ഈ കവിതയിൽ പറയുന്നത്. ഒന്ന് നോക്കൂ, ഹരേക്ക് കദം പെ സോച്തേ ഥെ സിബ്തേ മുസ്തഫ. ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു കുട്ടിയെ എടുത്തുകൊണ്ട് ശത്രുപക്ഷത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. മഹാനവറുകളുടെ ഓരോ കാലടികളിലും, ഹരേക്ക് കദം പെ, ഓരോ കാലടികളിലും സോച്തേ ചിന്തിക്കുന്നുണ്ടായിരുന്നു. സിബ്തേ മുസ്തഫ, നബിതങ്ങളുടെ പേരക്കുട്ടി ഇത് ചിന്തിക്കുന്നുണ്ടായിരുന്നു. എന്ത് ചിന്തിക്കുന്നുണ്ടായിരുന്നു? ലേ തോ ചലാഹും, അഥവാ ലേ ചലാഹും തോ ഫൗജ് ഉമർ സെ കഹൂങ്ക ക്യാ. ഉമറിൻ്റെ സൈന്യത്തോട്, ഉമർ എന്ന് പറഞ്ഞാൽ ഉമർ ബിനു സാദ് എന്നുള്ള ഒരു യസീദിൻ്റെ പക്ഷത്തിൽപ്പെട്ട, യസീദിൻ്റെ സൈന്യത്തിൽപ്പെട്ട ഒരാളോട്, ആ സൈന്യത്തിനോട് ഞാൻ ഈ എടുത്തു കൊണ്ടുവന്നിരിക്കുന്നു. ലേത്തോ ചലാഹും, അഥവാ ലേ ചലാഹും, എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഹസ്രത്ത് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വന്നിരിക്കുകയാണ്. അപ്പോൾ ഫൗജ ഉമർ സെ കഹൂങ്ക ക്യാ കഹൂങ്ക, ഈ യസീദിൻ്റെ സൈന്യത്തോട് ഞാൻ എന്താണ് പറയുക? എന്നെ മാങ്ക്നാഹി ആത്താഹെ, എനിക്കൊരിക്കലും യാചിക്കാൻ അറിയുകയേയില്ല. എന്നെ മാങ്ക്നാഹി ആത്താഹെ മുജ്കോ, എന്നെ ഇൽത്തിജ, ഇരക്കാനും അപേക്ഷിക്കാനും എനിക്ക് അറിയുകയേയില്ല. തേടാനും, വെള്ളം തരുമോ എന്ന് തേടാനും ആ തേട്ടം പോലും എനിക്കറിയില്ല. മന്നത് ഭികർ കരൂങ്കാത്തോ ക്യാ ദേങ്കേ വോ ഭല. ശരി, ഭല, ശരി, ഓക്കെ. മന്നത് ഭി ഗർ കരൂങ്ക, ഗർ മന്നത് ഭി കരൂങ്ക, ഗർ മന്നത് ഭി കരൂങ്ക. ഞാൻ അവരുടെ മുന്നിൽ കേണപേക്ഷിക്കുക പോലും ചെയ്യുകയാണെങ്കിൽ, തോ ദേങ്കേ ക്യാ, ക്യാ ദേങ്കേ, ക്യാ തോ ക്യാ ദേങ്കേ, അപ്പോഴെന്താ, ഞാൻ അവരോട് കേണപേക്ഷിച്ചാൽ പോലും അവർ എനിക്ക് ഒരു മുറുക്ക് വെള്ളം തരുമോ? പാനീക്ക് വാസിത്തെ എന്നെ സുനേങ്കെ അതൂ മെരി. ഒരു വെള്ളത്തിന് വേണ്ടിയിട്ട് പോലും, വെള്ളത്തിൻ്റെ കാരണത്താൽ പോലും, വെള്ളത്തിന് വേണ്ടിയിട്ട് പോലും എൻ്റെ ശത്രു എന്നെ കേൾക്കുകയേ ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കുകയേ ഇല്ല. പ്യാസേക്ക് ജാൻ ജായകി ഓർ ആബറൂ മെരി. അങ്ങനെ ഞാൻ അവരുടെ മുന്നിൽ ഈ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടി വെള്ളം തേടുകയാണെങ്കിൽ എൻ്റെ അഭിമാനവും നഷ്ടപ്പെടും. പ്യാസേക്ക് ജാൻ ജായകി, ഈ ദാഹിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയുടെ ജീവനും നഷ്ടപ്പെടും, അതുപോലെ എൻ്റെ അഭിമാനവും ഇവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. അത്തരത്തിൽ വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എൻ്റെ അഭിമാനം നഷ്ടപ്പെടും. അതുപോലെ ഇവരുടെ ഈ യസീദിൻ്റെ സൈന്യത്തിന് മുന്നിൽ കേണപേക്ഷിച്ചു എന്ന് കാരണത്താൽ എൻ്റെ അഭിമാനം നഷ്ടപ്പെടും. അതുപോലെ അവരോട് ഈ കുഞ്ഞു പൈതലിന് വേണ്ടി വെള്ളം തേടിയാൽ പോലും അവർ വെള്ളം തരാൻ മനസ്സ് വെക്കില്ല എന്നെനിക്കുറപ്പുണ്ട്. അപ്പോൾ ഈ കുട്ടിയും മരിക്കും, എൻ്റെ അഭിമാനവും നഷ്ടപ്പെടും എന്നുള്ള ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്നേരത്തുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ കാൽവെപ്പിലും ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനിത് പോകുന്നത്, ഞാൻ അവരുടെ മുന്നിൽ വെള്ളം യാചിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കുകയായിരുന്നു. അങ്ങനെ പഹുഞ്ചേ കരീബ് ഫൗജ് തോ ഘബ്രാക്കെ രഹ്ഗയേ. അങ്ങനെ എന്തായാലും ശരി, ഇവിടെ ഇനി ഈ കുട്ടിയെ ഒരിക്കലും വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ ഈ കുട്ടിക്ക് വേണ്ടി യാചിക്കാതിരിക്കാൻ പറ്റില്ല.
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങുകയാണ്. അങ്ങനെ ആ സൈന്യത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ പഹുഞ്ചേ കരീബെ ഫൗജ് പഹുഞ്ചേത്തോ, ആ സൈന്യത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഘബറാക്കെ രഹകയെ പേടിച്ചുപോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ അവരോട് വെള്ളം വേണമെന്ന് എങ്ങനെ പറയുമെന്നറിയില്ല, അതിൽ പേടിച്ചുപോയി. ചാഹാ കരേ സവാൽ പെ ശർമാ കെ രഹകയെ, सवाल करें चाहा उस पे शर्मा के रह गए. सवाल करने पे चाहा उस पे शर्मा के रह गए. അദ്ദേഹം ആഗ്രഹിക്കാണ്. സവാൽ കരേ, ഒന്ന് ചോദിച്ചാലോ, അവരോടൊന്ന് വെള്ളം ചോദിച്ചാലോ. ചാഹ, അത് ആഗ്രഹിച്ചു. അങ്ങനെ അവരോട് ചോദിച്ചാലോ എന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ പേരിൽ ഉസ്പെ, പേ എന്ന് പറഞ്ഞാൽ ഉസ്പെ, അതിൻ്റെ പേരിൽ ചാഹാ കരേ സവാലിപ്പെ, അവരോട് ചോദ്യം ചോദിക്കാൻ, അവരോടൊന്ന് തേടിയാലോ വെള്ളം ചോദിച്ചാലോ എന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിൽ ഷെർമാ കെ രഹഗയെ, അവർ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിൻ്റെ പേരിൽ നാണിച്ചുപോയി. ഗീറത്സെ, അവരുടെ ആ ഒരു അന്തസ് കൊണ്ട്, അവരുടെ ആ സ്വാഭിമാനം കൊണ്ട്, റംഗ് ഫുഖ്ഹുവ, അവരുടെ ആ ഈർഷത കൊണ്ട്. അതെ, ഗീറത്ത് എന്ന് പറഞ്ഞാൽ ഈർഷത. ഗീറത്സെ റംഗ് ഫുഖ്ഹുവ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈർഷത കൊണ്ട്, റംഗ് ഫുഖ്ഹുവ, അവരുടെ വർണ്ണം തന്നെ, അവർ വിവർണമായിപ്പോയി, അവരുടെ നിറം മാറിപ്പോയി. ഥറാക്കെ രഹഗയെ, അങ്ങനെ അവിടെ വിറച്ച് തരിച്ചുപോയി. ഥറാക്കെ രഹഗയെ, അവിടെ തരിച്ചു നിൽക്കുകയും ചെയ്തു. ഥറാക്കെ രഹഗയെ, അവിടെ തരിച്ചു നിൽക്കുകയും ചെയ്തു. ചാദർ പിസർ കെ ചെഹ്റേ സെ സർക്കാക്കെ രഹഗയെ, അങ്ങനെ ഇനി എങ്ങനെ ചോദിക്കുമെന്നറിയില്ല. ഒരിക്കലും അവരുടെ മുന്നിൽ ചെന്നിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന് എത്ര വലിയ ആഴ്ചകളോളമായി വെള്ളം കുടിച്ചിട്ടില്ല, അപ്പോൾ എത്ര പ്രയാസം സഹിച്ചാലും വേണ്ടില്ല, ശത്രുവിൻ്റെ മുന്നിൽ തലകുനിക്കാൻ തയ്യാറല്ല, അവരോടൊന്ന് യാചിക്കാൻ തയ്യാറല്ല എന്ന അവരുടെ ആ ഈർഷത കാരണത്താൽ ഇനി ആ കുട്ടിക്ക് വേണ്ടി വെള്ളം യാചിക്കുന്ന രൂപമാണ് പറയുന്നത്. ചാദർ പിസർ കെ ചെഹ്റേ സെ സർക്കാ കെ രഹഗയെ, അങ്ങനെ തരിച്ചു നിൽക്കുന്ന സമയത്താണ് പിസർ കെ ചെഹ്റേ സെ, ആ കുട്ടിയുടെ, പിസർ കെ ചെഹ്റേ സെ, കുട്ടിയുടെ മകൻ്റെ മുഖത്ത് നിന്ന് ചാദർ, വിരിപ്പ്, സർക്കാ കെ രഹഗയെ, അത് വഴുതി പോവുകയും ചെയ്തു. തന്നെത്താനെ ആ കുട്ടിയുടെ മുഖത്ത് നിന്ന് ആ വിരി വഴുതി പോവുകയും ചെയ്തു. ആംഖേ ജുക്കാക്കെ പോലെ, എന്നിട്ട് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കണ്ണുകൾ താഴ്ത്തിയിട്ട്, ആംഖേ ജുക്കാക്കെ, കണ്ണുകൾ താഴ്ത്തിയിട്ട് പോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ പറഞ്ഞത്? ഹംകോ ലായേ ഹേ യേ, ഹംകോ ലായേ ഹേ, ഈ കുട്ടിയാണ്, ഈ കുട്ടിയുടെ മുഖം കണ്ടോ, ഈ കുട്ടിയാണ് നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, വലിച്ചു കൊണ്ടുവന്നത് എന്താണ്? ഈ കുട്ടിയാണ്. അസ്ഗർ തുമ്ഹാരെ പാസ് ഗറസ് ലേക്കെ ആയേ ഹേ, ഗറസ് അസ്ഗർ തുമ്ഹാരെ പാസ് ലേക്കെ ആയേ ഹേ, വെറും ഈ ചെറിയ കുഞ്ഞ് മാത്രമാണ്. അസ്ഗർ തുമ്ഹാരെ പാസ് ഗറസ്, വെറും ഈ കുട്ടിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അസ്ഗർ തുമ്ഹാരെ പാസ് ഗറസ് ലേക്കെ ആയേ ഹേ, വെറും ഈ കുട്ടിക്ക് വേണ്ടി, ഈ കുട്ടി മാത്രമാണ് എന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്. ഈ കുട്ടി മാത്രമാണ്, മറ്റൊരു കാരണവുമില്ല, ഈ കുട്ടി മാത്രമാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഗോ മേ ബഖൗല ഉമർ ഷമർ ഹൂ ഗുനഹ്ഗാർ, ഞാൻ ഉമർ ഇബ്നു സഅദ് എന്ന യസീദിയൻ സൈന്യത്തിൻ്റെ നേതാവും, അതുപോലെ ഷുമർ എന്ന ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്ന ഷുമർ എന്നവരുടെ വാക്ക് പ്രകാരം ഞാനൊരു ഗുനഹ്ഗാറും, ഞാൻ അവരുടെ മുന്നിലൊക്കെ ഒരു തെറ്റുകാരനാണ്. എങ്കിലും
ഗോ മൈ ബഖൗല ഉമർ ഷുമർ ഗുനഹ്ഗാറുഹും. ഉമറിൻ്റെയും ഷുമറിൻ്റെയും ഉമർബിന് സഅദ് എന്ന യസീദി സൈന്യത്തിൻ്റെ നേതാവിൻ്റെ വാക്ക് പ്രകാരവും അതുപോലെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഘാതകനായ ഷുമർ എന്ന ആളുടെയും വാക്ക് പ്രകാരം ഗുനഹ്ഗാറുഹും, ഞാനൊരു തെറ്റുകാരനായേക്കാം. യേ തോ നഹി കിസി കഭി ആകെ ഖുസൂർവാർ. പക്ഷേ ഈ കുട്ടി, ഈ അലി സൈനുൽ ആബിദീൻ എന്ന ഈ 6 മാസം പ്രായം മാത്രമുള്ള ഈ കുഞ്ഞ് കിസി കെ ഭി ആകെ, ആരുടെ മുന്നിലും ഖുസൂർവാർ നഹി, ഒരിക്കലും ഈ കുഞ്ഞ് 6 മാസപ്രായം മാത്രമുള്ള ഈ കുഞ്ഞ് ആരുടെ മുന്നിലും ഒരു കുറ്റക്കാരനല്ലല്ലോ. ഷഷ്മാഹ ബേസുബാൻ, വെറും 6 മാസപ്രായമുള്ള, ഷഷ്മാഹ 6 മാസപ്രായമുള്ള, ബേസുബാൻ സംസാരിക്കാനറിയാത്ത, നബീസാദ നബിതങ്ങളുടെ മകനാണ്. ഷീർഖാർ പാൽ കുടിക്കുന്ന പൈതലാണിത്. ഹഫ്തം സെ സബ് കെ സാത്ത് പ്യാസാ ഹെ ബേഖറാർ, ബേഖാർ എന്നല്ല ബേഖറാർ. ഹഫ്തം സെ ആഴ്ചകളായിട്ട്, സബ് കെ സാത്ത് പ്യാസാ ഹെ എല്ലാവരുടെയും കൂടെ, ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവരും ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ ആഴ്ചകളോളമായി ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഈ കുഞ്ഞു പൈതലും ഇതാ ദാഹിച്ച് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബേഖറാർ അസ്വസ്ഥനായിരിക്കുകയാണ്. സിൻഹേ ജോ കം തോ പ്യാസ് ക സദ്മാ സിയാദ ഹേ. ഈ കുട്ടിക്ക് സിൻഹേ തോ കം ഹേ, സിൻഹേ ജോ കം തോ, ജോ സിൻ കം തോ, ഏതൊരു കുട്ടിക്കാണ് ഈ കുട്ടിക്ക് വയസ്സ് കുറവാണെങ്കിലും, സിൻ ഹേ ജോ കം തോ, ഈ കുട്ടിക്ക് വയസ്സ് കുറവാണെങ്കിൽ പോലും, പ്യാസ് ക സ്വതമാ സിയാദ ഹേ, ഈ ദാഹം കാരണത്താലുള്ള പ്രയാസം, അതുകൊണ്ടുള്ള ഇടങ്ങേറ് വല്ലാത്ത ഇടങ്ങേറാണ് കേട്ടോ. കുട്ടിക്ക് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. വല്ലാത്ത ദാഹമാണ്, വല്ലാത്ത ഇടങ്ങേറാണ്. മസ്ലൂം ഖുദ് ഹേ, ഇവിടെ മസ്ലൂം ഖുദ് ഹേ ഓർ യേ മസ്ലൂം സാദ ഹേ. ഇവിടെ ആക്രമിക്കപ്പെട്ടവൻ ഇത് ഞാനാണ്, ആക്രമിക്കപ്പെട്ടത് ഞാനാണ്. പിന്നെ ഇത് ആക്രമിക്കപ്പെട്ടവൻ്റെ മകനാണ്. മസ്ലൂം ഖുദ് ഹേ, ഹുസൈനുള്ളാഹിന് പറയാണ്, ഞാൻ മസ്ലൂമും ഇത് മസ്ലൂമിൻ്റെ മകനുമാകുന്നു. മസ്ലൂം ഖുദ് ഹേ ഓർ യേ മസ്ലൂബ് സാദ ഹേ. യേ കോൻ ബേസുബാൻ ഹേ തുമേ കുച്ച് ഖയാൽ ഹേ. അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു ഇങ്ങനെ നിന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിൻ്റെ മുഖം. എന്നിട്ട് മനസ്സിൽ ഓരോന്നിങ്ങനെ അയവിറക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, ഈ കുഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്ന ആരെ കൊണ്ടാണോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, അത് ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? യേ കോൻ ഹേ ബേസുബാ ഹേ, ഈ സംസാരിക്കാൻ അറിയാത്ത കുഞ്ഞ് ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? കുച്ച് ഖയാൽ ഹേ, വല്ല ചിന്തയുമുണ്ടോ? ദുർറെ നജിഫ് ഹേ, നജിഫിൻ്റെ മുത്താണ്, നജിഫിൽ മറമാടപ്പെട്ട ഹസ്രത്ത് അലി റളിയല്ലാഹുവിൻ്റെ മുത്താണിത്, അവരുടെ പേരമകനാണിത്. ബാനു ദുർറെ നജിഫ് ഹേ, ബാനുവേ ബേക്കസ് കലാൽ ഹേ, സാധുവായ ഷെഹർബാനു, ബാനു എന്നാൽ ഷെഹർബാനു എന്ന അലി റളിയല്ലാഹുവിൻ്റെ ഭാര്യയുടെ ലാൽ, അവരുടെ ലാലാണ്, അവരുടെ പ്രിയപ്പെട്ട മകനാണ് ഈ കുഞ്ഞ്, അവരുടെ പൊന്നോമനയാണ് ഈ കുഞ്ഞ്. മാനിലോ, എന്നെ നിങ്ങൾ അനുസരിക്കൂ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. തുമേ ഖസമുൽ ജലാൽ ഹേ, നിങ്ങൾക്ക് അള്ളാഹ് തന്നെയാണ് സത്യം. യസ്രിബ് ക ഷാഹസാദെ ക പെഹ്ലാ സവാൽ ഹേ. മാനിലോ തുമേ ഖസമുൽ ജലാൽ ഹേ, നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കുക, ഞാൻ പറയുന്നത് അനുസരിക്കുക തന്നെ വേണം. കാരണം യസ്രിബ് ക ഷാഹസാദെ ക പെഹ്ലാ സവാൽ ഹേ, യസ്രിബിൻ്റെ മദീനയുടെ രാജകുമാരൻ്റെ ആദ്യത്തെ ചോദ്യമാണ്, ആദ്യത്തെ തേട്ടമാണിത്.
ഞാൻ മറ്റൊരാളുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. പൗത്ത അലി കത്തുംസെ തൊലബ്ഗാർ ആബ് ഹേ. എന്നിട്ട് പറയാണ്, എന്താണ് ഞാൻ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശമെന്ന് മഹാനവർകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്. പൗത്ത അലിക്ക്, അലി റളിയല്ലാഹുവിൻ്റെ പൗത്രൻ്റെ തുംസെ തൊലബ്ഗാർ ഹേ, നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ആബ് ഹേ, എന്താണ് ആവശ്യപ്പെടുന്നത്? എന്താണ്? തുംസെ ആബ് തൊലബ്ഗാർ ഹേ, നിങ്ങളോട് വെള്ളം തേടുകയാണ്. പൗത്ത അലി, അലി റളിയല്ലാഹുവിൻ്റെ പേരമകൻ അഥവാ അലി സൈനുൽ ആബിദീൻ എന്നവർ തുംസെ ആബ് തൊലബ്ഗാർ ഹേ, നിങ്ങളോട് വെള്ളം തേടിയിട്ട് വന്നിരിക്കുകയാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ദേ ദോ, നിങ്ങൾ നൽകൂ, നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി വെള്ളം നൽകൂ. കെ ഉസ്മെ നാം വരി ബേ ഹിസാബ് ഹേ, നിങ്ങൾ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ ഈ സമയം, ഈ കഷ്ടപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സമയത്ത് നിങ്ങൾ വെള്ളം നൽകുകയാണെങ്കിൽ നാം വരി, അതിലുള്ള ഒരു ഖ്യാതി, അതിലുള്ളൊരു പ്രസിദ്ധി, ബേ ഹിസാബ് ഹേ, അത് കണക്കില്ലാത്തതാണ്. കണക്കില്ലാത്ത പ്രസിദ്ധി നിങ്ങൾക്ക് ഈ സമയത്ത്, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വെള്ളം കൊടുത്താൽ ചരിത്രത്തിൽ നിങ്ങൾക്ക് വലിയ ഖ്യാതി, പ്രസിദ്ധി നിങ്ങൾക്ക് ലഭിച്ചേക്കാം എന്ന് പറയുകയാണ്. ഫിർ ഹോണ്ട് ബേ ജുബാൻ കെ ചൂമേ ജുക്കാ കെ സർ, പിന്നീട് ബേ ജുബാൻ കെ ഹോണ്ട് സർ ജുക്കാ കെ ചൂമേ, പിന്നീട് ആ സാധുവായ ഫിർ ബേ ജുബാൻ കെ, ആ സംസാരിക്കാനറിയാത്ത ആ പൈതലിൻ്റെ ഹോണ്ട്, ആ പൈതലിൻ്റെ ചുണ്ട് സർ ജുക്കാ കെ ചൂമേ, ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു തലകുനിച്ചൊന്ന് ചുംബിച്ചു. രഹ്കർ കഹാ ജോ കഹനാ ഥാ, റോക്കർ കഹാ ജോ കഹനാ ഥാ, ജോ കഹനാ ഥാ റോക്കർ കഹാ, എന്താണോ അവർക്ക് പറയാനുണ്ടായിരുന്നത് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓ കഹ്ചുക്കാ പിതർ, എന്നിട്ട് ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് കുട്ടിയുടെ ചുണ്ടിലൊരു ചുംബനം കൊടുത്തിട്ട്, എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്, റോക്കർ കഹാ ജോ കഹനാ ഥാ വോ കഹ്ചുക്കാ പിതർ, നിന്റെ പിതാവാകുന്ന ഞാൻ എന്താണോ പറയേണ്ടിയിരുന്നത് അത് പറഞ്ഞിരിക്കുന്നു. റോക്കർ കഹാ ജോ കഹനാ ഥാ വോ കഹ്ചുക്കാ പിതർ, ജോ കഹനാ ഥാ വോ പിതർ കഹ്ചുക്കാ ഹേ, എന്താണോ മോനോട് പറയാണ്, മോനെ എന്താണോ പറയാനുണ്ടായിരുന്നത് നിന്റെ പിതാവ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ബാക്കി രഹീ ന ബാത്ത് കോയി ഏ മേരെ പിസർ, എൻ്റെ മോനെ, ബാക്കി രഹീ ന ബാത്ത് കോയി ബാത്ത് ബാക്കി ന രഹി, ഒരു സംസാരവും എൻ്റെ അടുത്ത് അവശേഷിച്ചിട്ടില്ല, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് കരയുകയാണ്. ആ സമയത്ത് സൂഖി ജുബാൻ തും ഭി ദിഖാ ദോ നിക്കാലിക്കർ, എന്നിട്ട് അവസാനം പറയാണ്, നിന്റെ ആ ഉണങ്ങിയ നാവ് ഇവർക്കൊന്നെടുത്ത് കാണിച്ചു കൊടുക്ക്. സൂഖി ജുബാൻ തുംഭി ദിഖാ ദോ നിക്കാലിക്കർ, തുംഭി സൂഖി ജുബാൻ നിക്കാൽക്കർ ദിഖാ ദോ, നീയും ഇവർക്ക് ആ ഉണങ്ങിയ നാവൊന്ന് എടുത്ത് കാണിച്ചു കൊടുക്ക്. അതേരത്ത് ഫേരി ജുബാൻ ലബോം പേ, ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ നാവ് ഒന്ന് ചുണ്ടിൽ ഉരസുകയും ജോ അന്നേരം ഇസ് നൂറ ഐനിനെ, ഈ നൂറ ഐനായ കൺകുളിർമയാകുന്ന മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു തൻ്റെ നാവെടുത്ത് ചുണ്ടിൽ ഒന്ന് ഉരസുകയും ചെയ്തു. ആ ചുണ്ടുകൾ നനക്കാൻ വേണ്ടി ആ നാവുകളെ കൊണ്ട് ചുണ്ടുകൾ ഒന്ന് ഉരസുകയും ചെയ്തു. ഫേറി ജുബാൻ ലബോം പേ ജോ
ലബോംപെ ജുബാൻ ഫേരി. അന്നേരം ജോ എന്ന് പറഞ്ഞാൽ അലി സൈനാബിൻ റളിയല്ലാഹു അൻഹു, ലബോംപെ മഹാനവറുകളുടെ ചുണ്ടിൽ, ജുബാൻ ഫേറി അവരുടെ നാവൊന്ന് തടവി. ആര്? ഇസ്നൂർ ഐനിനെ, ഈ കൺകുളിർമയാകുന്ന അലി സൈനാബിൻ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അവരാ ദാഹം കൊണ്ട് തൻ്റെ നാവ് പുറത്തിട്ട് ആ ചുണ്ടിങ്ങനെ തടവുന്ന സമയത്ത് ആ രംഗം കണ്ടിട്ട് ഥറാക്കെ ആസ്മാനിക്കോ ദേഖാ ഹുസൈനിനെ തരിച്ചു നിന്നുകൊണ്ട് ആസ്മാൻ കോ ദേഖാ, അള്ളാഹുവിനോടുള്ള തേട്ടമെന്ന രൂപത്തിൽ ആകാശത്തിലേക്ക് നോക്കി ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് തരിച്ചു നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ കണ്ണ് ഉയർത്തുകയും ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ പാഠം. അതിൻ്റെ ഷറഹൊക്കെ വളരെ രസകരമായ ഷറഹാണ് നമ്മുടെ പാഠത്തിൻ്റേത്. നിങ്ങൾ പരമാവധി ആളുകളൊക്കെ അത് വായിച്ചു നോക്കണം. ശേഷം ഇഖ്തിതാമി സവാലാത്ത് 5 സവാലാത്തുണ്ട്. കിസ് കസ്ം കോ മുസദ്ദസ് കഹത്തെ ഹെ, 6 വരികളുള്ള കവിതക്കാണ് മുസദ്ദസ് എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അവിടെ ജുബാൻ കെ ബാരമേ എന്നതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതെല്ലാം വായിച്ച് പഠിക്കുക. പിന്നീട് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.